ഓനുവേ ഇനി കയറിക്ക, കാറ്റ് ഭയങ്കര കാറ്റ്. കുളിച്ചോ? ഇടി മഴയ്ക്ക് മുമ്പേ പോവാ. ഞങ്ങൾ ഓടിപ്പാഞ്ഞിങ്ങി വന്നപ്പോഴത്തേക്ക് മഴ വീണു പ്രിയങ്ങളെ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്ന വഴിക്ക് മഴ പെയ്യുമായിരുന്നു. മഴക്കകത്തുനിന്ന് ഞാനിങ്ങനെ വിദഗ്ധമായിട്ട് ഓടി ഇങ്ങി എത്തിയതാണ്. ഇവിടെ വന്നിട്ട് അമ്മയുടെ അടുക്കൽ ഇങ്ങോട്ട് മഴ പെയ്യും. മോനിക്കുട്ടനെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ കൊണ്ട് തന്നതാണ്. ഞാന് മാത്യു സാറിന്റെ റിട്ടയർമെന്റിന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മോള് ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ മോള് അമ്മയോട് പറഞ്ഞു ഇന്ന് എന്നെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ചെന്ന കാര്യമൊക്കെ ആ വീഡിയോ കണ്ടിട്ട് അപ്പൊ അവിടെ വന്നപ്പോ മോനിക്കുട്ടിന് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് പോയി കേട്ടോ. നന്ദനെന്നാണ് മോന്റെ പേര്. കുഞ്ഞുവിനും കൂടെ കൊടുക്കണം. പിന്നെ ഇവിടെ ഉള്ള ഒരു ചേച്ചി തന്നെ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇന്നാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാ കേട്ടോ. ചേച്ചി ഇന്ന് കുറച്ച് മെഡിസിൻ ഒക്കെ വേണമായിരുന്നു. എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞ് അതെല്ലാം എടുത്ത് വെച്ചേക്കോ, ഇന്ന് വാങ്ങിക്കാൻ വന്നപ്പോൾ ചേച്ചി കൊണ്ടുവന്നതാണ്. ക്രാക്ക്, പിന്നെ ലിറ്റിൽ ഹാർട്സ്, പിന്നെ മാഗിയുടെ നൂഡിൽസ് എല്ലാവർക്കും കൂടെ ഉള്ളതാ കേട്ടോ. അമ്മയ്ക്ക് കൊടുത്തും ഈ മോന് ജാനിക്കുട്ടിക്കുള്ളത് ഇനി വരുമ്പോ കൊടുക്കാം. മീൻ മേടിക്കാൻ നിന്നപ്പം കക്കയിറച്ചി ഇരിക്കാൻ കണ്ടു. 1/2 കിലോ മേടിച്ചു. അത് ക്ലീൻ ചെയ്യുന്ന പാടില്ലയോ, സമയം ഇരുന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് 1/2 കിലോ മേടിച്ചു. പിന്നെ ഇന്ന് രാത്രിയിലത്തേക്ക് നമ്മൾ അന്ന് മേടിച്ച റെഡ് ബെല്ലിയോ അങ്ങനെ ഒരു മീൻ അന്ന് വാങ്ങിച്ചു. എനിക്ക് പേരറിയത്തില്ലായിരുന്നു, ആരൊക്കെയോ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ അത് 3 വാങ്ങിച്ചു. 3 എന്ന് പറഞ്ഞാൽ 1/2 കിലോ ആയിരുന്നു. 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 1 അമ്മയ്ക്ക് അത്താഴത്തിന് കഴിക്കാൻ വറക്കാൻ കൊടുത്തു. അപ്പൊ അത് അവർ കട്ട് ചെയ്ത് ഈ പ്രാവശ്യം അതിന്റെ തൊലിയൊന്നും എടുത്ത് കളഞ്ഞില്ല. ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റുന്നെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇന്ന് നമുക്ക് രാത്രിയിലത്തേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ അമ്മ അവിയൽ തന്നതും മെഴുക്കുവരട്ടിക്കുള്ളതും ഒക്കെ ഇരിപ്പുണ്ട്. മെഴുക്കുവരട്ടി ഏതായാലും ഇന്ന് എടുക്കുന്നില്ല. അവിയലും കൂട്ടി മീനും വറുത്ത് നമുക്ക് ചോറുണ്ട്. ഞാൻ ഒരുവിധം ഇത്തിരി തൊലിയൊക്കെ കളഞ്ഞു, പക്ഷെ ബാക്കി മാംസമൊക്കെ ഇളകുമായിരുന്നു. ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തേച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്ത്, അല്ല മീൻ കാണത്തില്ല, മുള്ളു മാത്രമേ കാണത്തുള്ളൂ. ഇച്ചിരി മസാലയൊക്കെ പുരട്ടി വെക്കട്ടെ. മസാല പുരട്ടി എടുത്തു പ്രിയങ്ങളെ. മഴ പെയ്യുക കേട്ടോ. ഇരിക്കട്ടെ, ഇനി ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. നല്ല മഴ. ഇവിടെ ഒരാള് വേണ്ടേ സുഖം പുതപ്പൊക്കെ ഇട്ട് മൂടി നല്ല മഴയാണ്. ഇടയ്ക്കൊന്ന് കറണ്ട് പോയി, പെട്ടെന്ന് വന്നു. മഴ കാരണം അതിന്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ഒരു വഴിയില്ല. ഞാന് കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കണം. തീരാറായി. പിന്നെ മീനും വറക്കണം. തൈര് ഇരിപ്പുണ്ട്. അത് മോരുകറി വെക്കാൻ പോവാണെന്ന് പറഞ്ഞ മോരുകുട്ടൻ വഴക്കുണ്ടാക്കാം. അവര് തൈര് കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞാനത് എളുപ്പം തന്നെ മോരുകറി വെക്കുവാണ് പറയാറ്.
ഇത് നല്ല തണുപ്പാട്ടോ. കഴിഞ്ഞ 2 ദിവസം ഞാൻ ഒരു പുതപ്പൊക്കെ ഇട്ട് പുതച്ചാ കിടന്നത്. അങ്ങനൊക്കെ ഞാൻ എപ്പോഴും പറയത്തില്ല 2 പുതപ്പായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസമായിട്ട് ഇച്ചിരി ഭേദം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മഴ പെയ്ത് അതങ്ങ് മാറി. വെളുത്തുള്ളി ഇന്ന് ഞാൻ അരിഞ്ഞാ ചേർക്കുന്നത്, ചതയ്ക്കാനൊന്നും പോകുന്നില്ല. ഇഞ്ചിയും കൂടെ എടുക്കട്ടെ. ചുവന്നുള്ളി എടുത്തതുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇത് തൈരങ്ങ് ചേർക്കാം. എളുപ്പം മോര് കറി. ഇവിടെ മടിച്ചിരസമൊക്കെ ഇവിടെ വന്നണൊക്കെ വെച്ചിട്ടില്ല. ഞാൻ ഇച്ചിരി മലയിലൊക്കെ ഇടയ്ക്ക് മേടിച്ചോണ്ട് വന്നതാണ് മടിച്ചിരസം വെക്കാൻ വേണ്ടി. പക്ഷെ വിട്ടുകൊടുത്തു. അപ്പൊ ഇന്ന് അതെല്ലാം എടുത്ത് കളഞ്ഞു. മല്ലിയില ഇരുന്ന് കേടായി. മോരിക്ക് കടുക് വറക്കണം. ഭയങ്കര മഴയാണ്. ഉലുവാപ്പൊടി. നമ്മുടെ മോര് കറി റെഡി ആയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് മീൻ മറക്കാം കേട്ടോ. 7 മണി ആയതേ ഉള്ളേ. കറണ്ട് പോയതിനുള്ള യുദ്ധമാണ് എന്നോട്. ഇൻവേർട്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എന്തിനാ അതെ പറയുന്നേ. അതൊക്കെ പോയി, ഉഗാണ്ടയ്ക്ക് പോയി. ഇപ്പൊ കറണ്ട് വരും, നീ ക്ഷമി. ഓ, മോനിക്കുട്ടനെ പോറ്റാൻ വലിയ പാടാ കേട്ടോ. ഞാൻ അടുക്കളയിൽ നിൽക്കുവാണെന്നുണ്ടെ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കും. കറണ്ട് പോയാൽ ഇവിടെ വന്നിരിക്കും, എന്നോട് വഴക്കുണ്ടാക്കുക. നിങ്ങൾക്ക് എന്നെ കാണാമോ? കറണ്ട് ഇല്ല പ്രിയങ്ങളെ. മോനിക്കുട്ടിന് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാന് ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചതാ. മീനും മറത്ത് നിങ്ങൾ ചോറിനാൻ പോ. കറണ്ട് ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ വിശപ്പ് വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വിശപ്പ് വരത്തില്ലായിരുന്നു. മീൻ മറക്കാം. കണ്ടടാൻ ഗ്രാനിയാ ഗ്രാനി. നിങ്ങളുടെ നിഴല് മാത്രമേ കാണൂ. എന്നാലും വിളിക്കും. മീൻ വറക്കാൻ എടുത്തിട്ടിട്ടുണ്ട്. നമ്മുടെ ടോർച്ചിന്റെ വെട്ടവാ കേട്ടോ. അധിക നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന വല്ല പ്രാണികളും വീഴും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക. ചോറ് തിളയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ ഒരാൾ കുത്തിപ്പിടിച്ചിരുന്ന് എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം നമുക്ക് റെഡിയാക്കാം മോനുകുട്ടാ, നീ ക്ഷമി. നീ എനിക്ക് ഇച്ചിരി സമയം താ പ്ലീസ്. പ്ലീസ് ഗീവ് മീ സം ടൈം. കേട്ടോ? ഹലോ ഹലോ മൈ ഡിയർ. ഓ, ആ മുഖത്തേക്കൊന്ന് നോക്കി, എന്താ ഒരു സൗന്ദര്യം.
ഞങ്ങൾ ഉള്ള വെട്ടത്തിൽ ചോറ് കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. കറണ്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ആ ഇൻവേർട്ടർ ബൾബ് ഓഫ് ആകുന്നതിന് മുമ്പേ നമ്മൾ ചോറുണ്ണാം എന്ന് വിചാരിച്ചു കേട്ടോ. ബാ ആ വെട്ടത്തിൽ കഴിക്കായിരുന്നു. അത്താഴം വിളമ്പുന്നതൊന്നും അപ്പൊ കാണിക്കാൻ പറ്റുന്നില്ല, വെട്ടമില്ല. നോക്കട്ടെ, മൊബൈലിന്റെ വെട്ടത്തിൽ ഇന്ന് അത്താഴം വിളമ്പാം. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ മോരുകറി ഒഴിക്കാം. കറണ്ട് വന്നിരിക്കുകയാണ് പ്രിയങ്ങളെ, ദൈവത്തിന് നന്ദി. മീൻ ഞാൻ വറക്കുമായിരുന്നു, അത് റെഡി ആയോ നോക്കട്ടെ. ഇരുട്ടാ തിരിക്കുമായിരുന്നു, അതുകൊണ്ട് റെഡി ആയോ നോക്കിട്ട് വരും. കറണ്ട് പോയതും ഇവിടെ ഇരുട്ടായതും മഴ പെയ്തതും ഇൻവേർട്ടർ ഇല്ലാത്തതും എല്ലാം എന്റെ തെറ്റ് കേട്ടോ. മോനിക്കുട്ടാണ് അതാ കണ്ടുപിടിച്ചത്. വേറെ പാത്രത്തിൽ വേണോ മീന്? ഇരുട്ടാന്നേലും മീൻ വറുത്ത് റെഡിയായോ? അവിയൽ വേണ്ടേ? നമുക്ക് അവിയൽ വേണം പാമേ. എന്നാലും നമ്മൾ അവിയൽ കൂട്ടിയില്ല. നമുക്ക് അതിൻ്റെ കേട് തീർത്ത് വേറെ നിറച്ച് അവിയൽ കൂട്ടി. പിന്നെ എന്തേ മീൻ എന്തൊരു നീളമാണെന്ന് നോക്കി. ഇതേലെ 3 മീനാണ് 1/2 കിലോ. ഇടി മുഴങ്ങുന്നുണ്ട് പ്രിയങ്ങളെ. അപ്പോൾ എന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ഇനി എങ്ങാനും കറണ്ട് പോകുന്നതിന് മുമ്പേ ഉള്ളത് എന്തേലും കഴിക്കട്ടെ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.